ഞാൻ ഒത്തിരിയേറെ കുടുംബങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ പ്രശ്നങ്ങൾക്കൊരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാന കാരണം ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, 2 കപ്പിൾസിനെ നമ്മൾ നമ്മുടെ സെഷനിൽ കൊണ്ടിരുത്തി കഴിയുമ്പോൾ അവരോട് സംസാരിക്കാൻ പറയുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ രണ്ടുപേരും പറയാൻ പറയുകയാണ്, ഓരോരുത്തർക്ക് ചാൻസ് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർ കേൾക്കുമ്പോൾ മറ്റേ ആൾ പറയും, അയ്യോ ഇത് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ച കാര്യമല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചേ, നിനക്കിത് വേണമെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ 2, 3 അല്ലെങ്കിൽ 5, 6 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടാണ് ഇവർ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളിൽ അതിൻ്റെ ബാക്കിയായിട്ട് വരും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഒരു പ്രോബ്ലം ചെറുതല്ല. നമ്മളൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നൊരു കാര്യം, ഓക്കെ ഇതങ്ങ് തൽക്കാലത്തേക്ക് കുഴപ്പമില്ല, ഇത് നാളെ ശരിയാകും, അങ്ങനെ നമ്മൾ മാറ്റി വെക്കും എന്നുള്ളതാണ്. ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതിനേക്കാൾ കൂടുതൽ വേണ്ടത് നമ്മൾ പറയും അക്സെപ്റ്റൻസ് ആണ് ആവശ്യം. അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകും. പക്ഷേ അക്സെപ്റ്റൻസ് അതല്ല. അക്സെപ്റ്റൻസ് മറ്റേയാൾ എങ്ങനെയാണോ അയാളായിരിക്കുന്ന അവസ്ഥയിൽ അയാൾ ഇങ്ങനെയാണ്, അതെനിക്ക് മനസ്സിലായി, ഓക്കെ അത് ഞാൻ അതിനെ കുറേ കാര്യങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പഠിച്ചു കഴിയുമ്പോൾ ഒത്തിരി വ്യത്യാസം നമുക്ക് വരും. അപ്പോൾ ഇതിലും ഈ അക്സെപ്റ്റൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആണ് നമ്മൾ ഈ പ്രോബ്ലത്തെ അല്ലെങ്കിൽ മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലവും നമ്മൾ അത് മാറ്റി വയ്ക്കരുത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ വന്നാൽ ഉടനെ തന്നെ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടണം. ഈ സഹായം തേടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ സാധാരണ സഹായം തേടുന്നത് നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്. പലപ്പോഴും നമുക്ക് അവിടെ ഒരു ബയസ്ഡ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരെ ന്യായീകരിക്കാനും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവരായിരിക്കും ശരിയെന്ന് നമ്മളൊരു ധാരണ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അൺബയസ്ഡ് ആയിട്ടുള്ള, അതിനാണ് ചിലപ്പോൾ ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആരോടും വരുന്ന 2 കപ്പിൾസിനും അവർക്ക് ഒരുപോലെയാണ്. അപ്പോൾ അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കാനുള്ളത്, വിവാഹത്തിന് മുമ്പ് ഉള്ള ലൈഫും വിവാഹത്തിന് ശേഷമുള്ള ലൈഫും രണ്ടും രണ്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് അറിയാം, റിലേഷൻഷിപ്പിലൂടെയാണ് പല കല്യാണങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അപ്പോൾ അവർ ഒരു ജീവിതം ആസ്വദിച്ച് അല്ലെങ്കിൽ ജീവിതം കണ്ട രീതിയല്ല പിന്നീട് ഒരു കല്യാണത്തിന് ശേഷമുള്ളത്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മുൻകൂട്ടി അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബാധ്യതകളായി, ഫിനാൻഷ്യൽ ബേഡൻസ് ഉണ്ട്, കുട്ടികളെ വളർത്തണം. അപ്പോൾ ഇവരുടെ മനസ്സിൽ കിടക്കുന്ന എപ്പോഴും പഴയ കാര്യങ്ങളാണ്. അതിലേക്ക് അതുപോലെ പറ്റുന്നില്ലല്ലോ എന്നുള്ള